ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. തത്സമയ നിരീക്ഷണത്തിന് 2000-ലധികം ക്യാമറകൾ സജ്ജം. വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഫോണിൽ ബന്ധപ്പെട്ട് നടത്തുന്ന തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. വ്രതശുദ്ധിയുടെ നാളുകൾക്ക് വിരാമമിട്ട് ചെറിയ പെരുന്നാൾ ആഘോഷിച്ച് ഇസ്ലാം മതവിശ്വാസികൾ. സംസ്ഥാനത്ത് ഈ മാസം 14 വരെ ഉയർന്ന താപനില തുടരുമെന്ന് മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മേൽ ഉയർന്നേക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. ISLൽ പഞ്ചാബ് FC ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വാർത്തകൾ വിശദമായി. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ലഘുലേഖകളും മറ്റും അച്ചടിക്കുന്ന പ്രിന്റിംഗ് യൂണിറ്റുകളുടെയും പ്രസാധകരുടെയും വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. പ്രിന്റിംഗ് യൂണിറ്റിന്റെയോ പ്രസാധകന്റെയോ പേരുവിവരം കൃത്യമായി വെളിപ്പെടുത്താതെ തിരഞ്ഞെടുപ്പ് ലഘുലേഖകൾ, പോസ്റ്ററുകൾ, പ്ലക്കാർഡുകൾ, ബാനറുകൾ എന്നിവ അച്ചടിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് കാണിച്ച് പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് നടപടി. ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഇത് അനുവദനീയമല്ല. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ തകർക്കുന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണം. മാധ്യമങ്ങളിൽ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായ വാർത്തകൾ, പെയ്ഡ് ന്യൂസ് എന്നിവ കണ്ടെത്തിയാൽ നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം 2122 ക്യാമറകൾ ഉപയോഗിച്ച് തത്സമയ നിരീക്ഷണം നടത്തിവരുന്നതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ചെക്ക് പോസ്റ്റുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടെത്തുന്നതിനുള്ള ഫ്ലൈയിംഗ് സ്ക്വാഡുകൾ, സ്റ്റാറ്റിക് സർവെയിലൻസ് ടീം എന്നിവയുടെ വാഹനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തുടങ്ങി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രധാന പ്രവർത്തനങ്ങളെല്ലാം തത്സമയം നിരീക്ഷിക്കുന്നുണ്ട്. സുതാര്യമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് തത്സമയ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കിയതെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണികളുടെയും തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി തുടരുന്നു. സിറ്റിംഗ് എംപിയും UDF സ്ഥാനാർത്ഥിയുമായ അടൂർ പ്രകാശ് ഇന്ന് ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തുകയാണ്. LDF സ്ഥാനാർത്ഥി V. ജോയ് ഇന്ന് വെഞ്ഞാറമൂട്, മാണിക്കൽ ജുമാ മസ്ജിദുകളിൽ ഈദ്ഗാഹ് നമസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടക്കുന്ന വിവിധ തിരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും. NDA സ്ഥാനാർത്ഥി V. മുരളീധരൻ ഇന്ന് നാവായിക്കുളം മേഖലയിലാണ് പര്യടനം നടത്തുന്നത്. 42ഓളം സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അദ്ദേഹത്തിന്റെ പര്യടനം രാത്രി നക്രാംകോണത്ത് അവസാനിക്കും. പത്തനംതിട്ടയിൽ പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം മണ്ഡല പര്യടനം തുടരുകയാണ്. NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി തിരുവല്ല മണ്ഡലത്തിലും, UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി കോന്നി മണ്ഡലത്തിലും, LDF സ്ഥാനാർത്ഥി TM തോമസ് ഐസക് ആറന്മുള മണ്ഡലത്തിലും ഇന്ന് തിരഞ്ഞെടുപ്പ് പര്യടനം നടത്തി. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനു വേണ്ടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രചാരണത്തിനെത്തും. കോട്ടയം പരുത്തുംപാറയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ ഇന്ന് കടുത്തുരുത്തി നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തി. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി കടുത്തുരുത്തിയിൽ പര്യടനം നടത്തി. ഇടുക്കി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പ്രചാരണം നടത്തി. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് മണ്ഡലത്തിലെ പ്രമുഖരെ സന്ദർശിച്ചു. ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് LDF UDF സ്ഥാനാർത്ഥികൾ ഇന്ന് മറ്റ് പൊതുപര്യടന പരിപാടികൾ ഒഴിവാക്കിയിരുന്നു. NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ പീരുമേട് നിയോജക മണ്ഡലത്തിലാണ് ഇന്ന് പര്യടനം നടത്തിയത്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ 11 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ 3 മുന്നണികളും 2ാം ഘട്ട പ്രചാരണം തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. മന്ത്രിമാരും MLA-മാരും ദേശീയ സംസ്ഥാന നേതാക്കളും വീട്ടുമുറ്റത്തേക്ക് എത്തിത്തുടങ്ങി. 2ാം ഘട്ട പ്രചരണത്തിനായി മുന്നണികൾ തുടങ്ങിയ കുടുംബയോഗങ്ങളിലാണ് VIP-കളുടെ സാന്നിധ്യമുള്ളത്. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ ഇന്ന് രാവിലെ ചേർത്തല കാറ്റാടിക്കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തി. LDF സ്ഥാനാർത്ഥി AM ആരിഫിന്റെ 2ാം ഘട്ട പ്രചരണം ചേർത്തല പള്ളിപ്പുറത്ത് മുൻമന്ത്രി G. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ തോട്ടപ്പള്ളിയിലെ കരിമണൽ വിരുദ്ധ സമരസമിതിയുടെ സമരപ്പന്തൽ സന്ദർശിച്ചു. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പൂർത്തിയായി. 2000-ഓളം ജീവനക്കാരെയാണ്
നിയമിച്ചിട്ടുള്ളത്. ഇവർക്കുള്ള പരിശീലനം നാളെ പൂർത്തിയാകും. ആലപ്പുഴ മണ്ഡലത്തിലെ പൊതുനിരീക്ഷകൻ പ്രജേഷ് കുമാർ റാണയുടെ സാന്നിധ്യത്തിലാണ് വരണാധികാരിയായ കളക്ടർ അലക്സ് വർഗീസ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് 25 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന TJ നന്ദകുമാറിന്റെ ആരോപണത്തെ നിഷേധിച്ച് പത്തനംതിട്ട NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി. തനിക്കും പിതാവായ AK ആന്റണിക്കുമെതിരായി നന്ദകുമാറും PJ കുര്യനും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണിതെന്ന് അനിൽ ആന്റണി പറഞ്ഞു. അതേസമയം പണം തിരികെ നൽകാൻ നന്ദകുമാർ സമീപിച്ചിരുന്നതായും എന്തിനുവേണ്ടി നൽകിയതാണെന്നോ എത്രയാണ് നൽകിയതെന്നോ അറിയില്ലെന്നും PJ കുര്യൻ വ്യക്തമാക്കി. വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ നാട്ടിലെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഫോണിൽ ബന്ധപ്പെട്ട തട്ടിപ്പ് നടത്തുന്ന സംഘത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. കൊറിയർ കസ്റ്റംസ് പിടിച്ചെടുത്തിരിക്കുന്നുവെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് തട്ടിപ്പ്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത്തരക്കാർ തട്ടിപ്പ് നടത്തുന്നത്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ 1 മണിക്കൂറിനകം തന്നെ വിവരം 1930 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും പോലീസ് അറിയിച്ചു. വ്രതശുദ്ധിയുടെയും ആത്മസമർപ്പണത്തിന്റെയും പുണ്യദിനമായി റമദാൻ ആഘോഷിച്ച് വിശ്വാസികൾ. രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. പരസ്പരം സ്നേഹം പങ്കുവച്ച് കുടുംബങ്ങൾ ഒത്തുകൂടി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാവിലെ ഭീമ പള്ളിയിലെ ഈദ്ഗാഹിൽ പങ്കെടുത്തു. മേടമാസ പൂജകൾക്കും വിഷുപൂജകൾക്കുമായി ശബരിമല ക്ഷേത്ര നട തുറന്നു. വൈകിട്ട് 5-ന് ക്ഷേത്രതന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്ര മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി ക്ഷേത്ര നട തുറന്ന് ദീപങ്ങൾ തെളിയിച്ചു. മേടം 1-ആയ ഏപ്രിൽ 14-ന് പുലർച്ചെ 4-ന് നട തുറക്കും. തുടർന്ന് വിഷുക്കണി ദർശനവും കൈനീട്ടം നൽകലും. പൂജകൾ പൂർത്തിയാക്കി ഏപ്രിൽ 18-ന് നടയടയ്ക്കും. പ്രശസ്ത സിനിമാ നിർമ്മാതാവായിരുന്ന ഗാന്ധിമതി ബാലൻ നിര്യാതനായി. 66 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ആദാമിന്റെ വാരിയല്ല്, പഞ്ചവടി പാലം, മൂന്നാം പക്കം, തൂവാനത്തുമ്പികൾ, സുഖമോദേവി, മാളൂട്ടി തുടങ്ങി 30-ൽ പരം ചിത്രങ്ങളുടെ നിർമ്മാണവും വിതരണവും നിർവഹിച്ചു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി മുൻ വൈസ് ചെയർമാനുമായിരുന്നു അദ്ദേഹം. നാളെ പൊതുദർശനത്തിന് ശേഷം ശാന്തി കവാടത്തിൽ സംസ്കാരം നടക്കും. ഗാന്ധിമതി ബാലന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഞായറാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം 40 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഇടുക്കി ചെറുതോണി ഡാമുകൾ മെയ് 31 വരെ പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാനായി തുറന്നുകൊടുക്കും. ബുധനാഴ്ചകളിലും വെള്ളം തുറന്നുവിടേണ്ട ദിവസങ്ങളും ഒഴികെയുള്ള ദിനങ്ങളിലായിരിക്കും സന്ദർശനത്തിന് അനുമതി. ഒരു സമയം പരമാവധി 20 പേർക്കാകും പ്രവേശനം. മനുഷ്യന്റെ ആദ്യ ബഹിരാകാശ യാത്രയുടെ 63-ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം തിരുവനന്തപുരം റഷ്യൻ ഹൌസുമായി ചേർന്ന് വെള്ളിയാഴ്ച സംവാദവും ഡോക്യുമെന്ററി പ്രദർശനവും സംഘടിപ്പിക്കും. ബഹിരാകാശ യാത്രയുടെ നാൾവഴികൾ ആസ്പദമാക്കിയാണ് പരിപാടികൾ. പ്രവേശനം സൗജന്യമായിരിക്കും. മംഗലാപുരത്തിനടുത്ത് കുന്താപുരത്ത് കാർ മറിഞ്ഞ് കണ്ണൂർ സ്വദേശികളായ ദമ്പതിമാർ മരിച്ചു. ചൊക്ലി സ്വദേശി മുനാവർ, ഭാര്യ സമീറ എന്നിവരാണ് മരിച്ചത്. മഹാരാഷ്ട്രയിൽ നിന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നതിനായി നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ചെലവുകളുടെ ആദ്യ പരിശോധന ചെലവ് നിരീക്ഷകന്റെ മേൽനോട്ടത്തിൽ മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥികളോ പ്രത്യേകം നിയോഗിക്കപ്പെട്ട ഏജന്റുമാരോ നിശ്ചിത മാതൃകയിൽ തയ്യാറാക്കിയ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ ഹാജരാക്കണം. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. രാത്രി 7:30-ന് ജയ്പൂരിലാണ് മത്സരം. ISL ഫുട്ബോളിൽ രാത്രി 7:30-ന് ആരംഭിക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് FC ഈസ്റ്റ് ബംഗാളിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. തത്സമയ നിരീക്ഷണത്തിന് 2000-ലധികം ക്യാമറകൾ സജ്ജം. വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഫോണിൽ ബന്ധപ്പെട്ട് നടത്തുന്ന തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. വ്രതശുദ്ധിയുടെ നാളുകൾക്ക് വിരാമമിട്ട് ചെറിയ പെരുന്നാൾ ആഘോഷിച്ച് ഇസ്ലാം മതവിശ്വാസികൾ. സംസ്ഥാനത്ത് ഈ മാസം 14 വരെ ഉയർന്ന താപനില തുടരുമെന്ന് മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മേൽ ഉയർന്നേക്കും.
IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. ISLൽ പഞ്ചാബ് FC ഈസ്റ്റ് ബംഗാളിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.